ഇന്ന് ആ വ്ളോഗ് ഇട്ടതിന് ശേഷം നമ്മൾ ഷോർട്സ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ആയില്ലേ, അല്ലെങ്കിൽ ഓക്കെ ആവും ഇൻ 2 days, ഇത് നോർമൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നൊക്കെ എനിക്ക് എത്രയോ ബെറ്റർ ഡേ ആണ് കേട്ടോ. ഒരു പ്രത്യേക റീസൺ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഡൗൺ ആയി പോയത്, എനിക്ക് അറിഞ്ഞുകൂടെ എന്താ പറ്റിയെന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് ഒരു 5 ദിവസം നല്ല ടഫായിരുന്നു. അതിന് മുന്നത്തെ ഒരാഴ്ചയിൽ ഇങ്ങനെ ചെറിയ വിഷമങ്ങൾ എന്തൊക്കെയൊക്കെയോ റാൻഡംലി ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും മനസ്സിന്റെ മുകളിൽ ഒരു കല്ല് വെച്ചതുപോലത്തെ ഒരു ഫീലായിരുന്നു. ഇന്ന് പക്ഷേ കുറച്ചൊരു ബെറ്റർ ഡേ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്നെ കുറച്ച് ബിസിയാക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്, പുറത്തു പോവുക, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇന്ന് ഇവിടെ ദൃശ്യം പടമുണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വെതറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 10 മണിക്കും അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ചേഞ്ച്. ഇത്തവണ സമ്മർ നമ്മൾ നാട്ടിലോട്ട് വരികയാണ്. എന്തായാലും ജൂലൈ ആകുമ്പോൾ വരണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ജൂൺ പകുതിയൊക്കെ ആകുമ്പോൾ വരാം, ജൂലൈ ആകുമ്പോഴും വരാം. ജൂണിൽ ഞാൻ ഫ്രീ ആണ്, ജൂലൈയിൽ ഞാൻ ഫ്രീ ആണ്. അല്ലോട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ജൂൺ ആകുമ്പോൾ വരാം. ജൂലൈ ആകുമ്പോഴേക്ക് ഇവിടെ സമ്മർ വെക്കേഷൻ ആവുന്ന സമയമാകുമ്പോഴേ യുവിയുടെ ബർത്ത്ഡേ ആ സമയത്താണല്ലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ ഓർത്ത് നാട്ടിൽ വന്നിട്ട് യുവിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ഒപ്പം എന്റെ സിസ്റ്ററുടെ മാരേജും ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന്. എന്നാൽ പിന്നെ ഒരു മാസം കൂടെ നേരത്തെ വരാമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് മൊത്തത്തിലൊരു ചേഞ്ച് ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി നാട്ടിലോട്ട്. ഇപ്പൊ ആദ്യം ദൃശ്യം കാണാൻ, അത് കഴിഞ്ഞ നാട്ടിലോട്ട്. യൂഷിന്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. യൂഷിന്റെ ഡേ ഗുഡായിരുന്നോ? യൂഷിനെ നമ്മള് ഗീതു പ്രതുവിന്റെ അവിടെയൊക്കെ വന്നിക്കുക കേട്ടോ. ഒരു 3 മണിക്കൂർ ഇനി ഇവിടെയാണ് നമ്മൾ ദൃശ്യം കാണാൻ പോകുന്നത്.
വിഷ്ണു വീട്ടിലുള്ളത് മാറ്റിട്ട് ഇങ്ങനത്തെ ഒന്നാക്കിയാലോ, വർത്താനം പറയും ചെയ്യും. തന്നെ മാറ്റിയാലോ എന്നാ ഞാൻ ഉദ്ദേശം. എനിക്ക് പറയുന്ന രീതിയിൽ വർത്താനം പറയും ചെയ്യും.